ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജ്യൂസാണ്, പച്ചമാങ്ങ കൊണ്ടുള്ള ജ്യൂസാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ മാങ്ങ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ 2 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്രയും പഞ്ചസാര ആഡ് ചെയ്യുക. അതിനുശേഷം അല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ പുളി അറിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് അല്പം പുതിനയുടെ ഇല, മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യാം. മിൻറ്റ് ലീവ്സ് നമുക്ക് നല്ല റിഫ്രഷ്മെൻ്റ് ആണ്. അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ആ മാങ്ങയുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന അത്രയും അളവിൽ വെള്ളം ഒഴിക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് ഇതിനെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. കാരണം ഇത് നല്ല തിക്കായിരിക്കും. അപ്പോൾ നമുക്ക് തിന്നായിട്ടുള്ള ജ്യൂസാണ് വേണ്ടത്. നമ്മളിത് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. നല്ല ടേസ്റ്റാണ്. മാങ്ങയുടെ പുളിപ്പോ അങ്ങനെയൊന്നുമില്ല. ഉപ്പും പഞ്ചസാരയൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പം നല്ല ചൂടുള്ള സമയത്തും ക്ലൈമറ്റിലൊക്കെ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് പുതിനയുടെ ഇലയൊക്കെ ഇട്ടേക്കണോണ്ട് തന്നെ. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതേപോലെ ഞങ്ങളുടെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ന്യൂ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.